പ്രാദേശികമായിട്ടുള്ള സഖ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. വെൽഫെയർ പാർട്ടിയുടെ സഖ്യം, വെൽഫെയർ പാർട്ടി UDF-ആയിട്ട് ചർച്ചയ്ക്ക് പോയിട്ട് അവർ ഇല്ലാന്ന് പറഞ്ഞിട്ട് LDF-നോട് അടുക്കാനുള്ള നീക്കമുണ്ട്. അതോടൊപ്പം തന്നെ ഈ NDA-യിലെ ചില ആളുകളുമായിട്ടുള്ള രഹസ്യധാരണ ചില സ്ഥലങ്ങളുണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന ചിലരുമായിട്ടുള്ള ധാരണ, ഇങ്ങനെയൊക്കെയുള്ള ഒരു രഹസ്യധാരണയുടെയോ ജനാധിപത്യ വിരുദ്ധമായ മതനിരപേക്ഷതയ്ക്ക് നിരക്കാത്ത ഒരു നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കില്ല. വെൽഫെയർ പാർട്ടി വിട്ടു എന്നൊന്നും ഇപ്പോൾ കേരളത്തിൽ പറയാൻ കഴിയില്ല. കാരണം വെൽഫെയർ പാർട്ടിയെ ലീഗ് സ്വാഗതം ചെയ്യാണ്, കോൺഗ്രസ് അവരെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞത് 2019 മുതൽ അവരുമായിട്ടുള്ള ധാരണ തുടരുകയല്ല, അതിനെന്താ ഇപ്പോൾ ഒരു പ്രശ്നം നോക്കിയാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടി, SDPI ഇതുപോലുള്ള പാർട്ടികളുമായിട്ട് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ആ മുന്നണിക്കകത്ത് ഈ വിഭാഗത്തെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൽ നിന്ന് കേരളത്തിൽ ബന്ധപ്പെട്ട പാർട്ടികൾ പുറകോട്ട് പോയിട്ടില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടിയോ SDPIയോ ഇവിടെ UDF-മായി തീരെ ബന്ധമില്ല എന്ന് പറയാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയുന്നതല്ല. CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ കൂട്ടുകെട്ടിനെതിരാണ്. വർഗീയമായി ഇപ്പം മതരാഷ്ട്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് വർഗീയം. അത്തരമൊരു നിലപാടിനോട് യോജിപ്പില്ല. കേരളത്തിൽ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർന്നു കാണണം. കേരളത്തിൽ എല്ലാ മതവിശ്വാസികൾക്കും എല്ലാ സമുദായങ്ങൾക്കും ഒരേ അവകാശവും സ്വാതന്ത്ര്യവുമാണുള്ളത്. അത് സംരക്ഷിച്ചു പോകണം എന്ന നിലപാടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ആ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു ശക്തികളുമായിട്ടും ഒരു അന്തർധാരയുമില്ല, ഒരു കൂട്ടുകെട്ടില്ല, ഒരു കൂട്ടുകെട്ടുണ്ടാക്കുകയുമില്ല. അതാണ് കേരളത്തിൽ പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നിലപാട്. പിന്നെ മുന്നണികളിലെ പാർട്ടികളിലൊക്കെ ആളുകൾ വിട്ടുവരും, കോൺഗ്രസ് നിന്ന് ആളുകൾ വിട്ടുവരും, അതുപോലെ മറ്റ് പാർട്ടികളിൽ നിന്ന് ആളുകൾ വിട്ടുവരാനിടയുണ്ട്. ആ വിട്ടുവരുന്നവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ, അവർ മുന്നണിയുടെ പൊതു കാഴ്ചപ്പാടിനനുസരിച്ച് അവിടെ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിന് തർക്കമൊന്നുമില്ല. ആരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും.